ഈ ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എല്ലാം അവൻ കാരണമാണ്. ഈ യാത്ര അവനിലേക്കാണ്. പോസ്റ്റാക്കിയോടാ. നിനക്കിതിൽ വല്ലപ്പോഴെങ്കിലും ഇച്ചിരി പെട്രോൾ അടിച്ചുകൂടെ? എന്താടാ ഒരു മൂഡ് ഓഫ്? എടാ ഒരു ചായ വാങ്ങിച്ചു. പിടിക്ക്. ഇനി പറ, എന്താ പ്രശ്നം? ജോലി പോയി. അടിപൊളി. എന്താ പെട്ടെന്ന്? ആർക്കറിയാം, ഇന്നലെ ഒരു കുഴപ്പമില്ല. എന്ത് ചെയ്യുന്നു പറ. അത് പോട്ട്, അല്ലെങ്കിലും ആ മൂഞ്ചി വേണി നിനക്ക് പറ്റിയതല്ല. നമുക്ക് വേറെ നോക്കാടാ. പ്രശ്നം ഇതൊന്നും അല്ല. പെങ്ങളെ കല്യാണം എടുത്ത് വരുമല്ലേ, ഈ സാർ സ്ലിപ്പ് വെച്ചാ ലോൺ കൊടുത്തേക്ക്. അതിപ്പോ എന്താവും എനിക്കൊരു പിടിയില്ലടാ. ആ ബെസ്റ്റ്. നിനക്കറിയാലോ, ആവുന്ന കാലത്തും ഉള്ളത് മുഴുവൻ എടുത്ത അമ്മയുടെ ഡയാലിസിസും ഹോസ്പിറ്റലും എല്ലാം നോക്കി കയ്യിലൊരു നീക്കിയിരിപ്പില്ല. ദേ ആകെ പ്രതീക്ഷ ഉണ്ടായ ജോലിയാ, അതും പോയി. എനിക്കറിയില്ല ദൈവം ഇനി എന്താ ചെയ്യേണ്ടത്. നീ ടെൻഷൻ ആവാതെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാൻ? നീ തന്നെ കുറെ ആയില്ലടാ. എത്ര വെച്ചാൽ ഞാൻ നിന്നെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. എനിക്കിനി വയ്യ. പറയാതെ. നീ ആദ്യമേ നിന്റെ ഈ ഒടുക്കത്തെ വലിയൊന്ന് നിർത്തും. അതാണല്ലോ ഇപ്പോഴത്തെ വലിയ കാര്യം. ദേ കളഞ്ഞ്. പിന്നെ നാളെ വീട്ടിലെല്ലാരും ഗുരുവായൂർക്ക് പോവാ. നേരത്തെ വന്നാ രണ്ടര അടിച്ച് നമുക്ക് സെറ്റ് ആവാം. ഓ ആവട്ടെ. അതെ, 6 മണിക്ക് തന്നെ വരണേ. പിന്നെ നിന്റെ സ്ഥിരം പരിപാടി എടുക്കില്ലേ? ഹലോ സാർ. குரு, എന്താ ഞാൻ പറഞ്ഞ കാര്യം? உனக்கே தெரியும், இப்போ ஆபீஸ்ல இருக்கிற ஸ்டாஃபுகளுக்கு லோன் சாங்ஷன் ஆகிறது கஷ்டம். உன்ன எனக்கு தெரியும். ஆனா உன் ஃப்ரெண்டுக்காக நீ இவ்வளவு ரிஸ்க் எடுக்கணுமா? கொஞ்சம் யோசிச்சுக்கோ. സാർ പറഞ്ഞല്ലോ, ഒന്നുമില്ലാത്തപ്പോ എന്റെ കൂടെ വന്നാലാണ്. സോ ഇപ്പോൾ ഞാൻ കൂടെ ഇല്ലെങ്കിൽ അവന് വേറെ ആരുമില്ല. ஃப்ரெண்டுக்கு ஹெல்ப் பண்ண வேண்டாம்னு நான் சொல்லல. ஆனா உன்னோட ஓன் ரிஸ்க்ல இவ்வளவு அமௌண்ட் பண்ணணுமா? അറിയാം സാർ, വേറെ വഴിയില്ല. പ്ലീസ്. எது எப்படியோ 14ஆம் தேதி மீட்டிங்ல சொல்லி ரெடி பண்றேன். താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. संपर्क करना चाहते हैं वह अभी स्विच्ड ऑफ है। कृपया कुछ समय। The number you are calling is currently switched off. Please try later. மலர்ந்த மலராத பாதி மலர் போல வளரும் விழி வண்ணமே, வந்து விதிந்தும் விதியாத காலை பொழுதாக விளைந்த கலை எண்ணமே. நதியில் விளையாடி கொடியில் தலை சீவி நடந்த இளம் தென்றலே. ആ എത്തിയല്ലോ. എടാ നീ ഇന്ന് വരെ പറഞ്ഞ സമയത്ത് എത്തിയിട്ടുണ്ടോ? ഒരു കുപ്പി പെട്രോൾ കൊണ്ട് ഓടാൻ പറ്റുന്ന കൂടെ ഞാൻ ഓടി എന്റെ ബ്രോ. എടാ എന്നാ പിന്നെ നിനക്കൊന്ന് വിളിക്കാൻ പാടില്ലേ? അതിനെന്താ, ഞാനിങ്ങ് എത്തിയില്ലേ. ഈ മൈജ് മേടിക്കുന്ന ഉറപ്പില്ല. എടാ നീ തുടങ്ങിക്കോ, ഞാൻ ഈ ഫോൺ അടുത്ത്. നീ ഇതുവരെ തുടങ്ങിയില്ലേ? നീ വന്നിട്ട് ആവാന്ന് വിചാരിച്ചു. നീ ഒരു ചെറുതടിക്ക്.
എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ? എങ്ങനെ? എന്തിൽ രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് മൊത്തം മൂഞ്ചൽ. നിനക്ക് മാത്രമല്ല കേ, ഒരു മിഡിൽ ക്ലാസ് ജനിച്ച എല്ലാവർക്കും ഒരു സമയം വരെ മോശമായിരിക്കും. നീ ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. 3 വർഷമായില്ലെന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ട്. അവളെയും കിട്ടി, അവളുടെ അപ്പന്റെ കെയർ ഓഫ് ഒരു ജോലിയും വാങ്ങി, ഒരു താളത്തിനങ്ങ് പോന്നു. അതിനും വേണേ ഒരു ഭാഗ്യം. ഭാഗ്യം അണ്ടിയോട് എടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയുള്ളൂ. പിന്നെ അല്ലടാ, വീട്ടിലെന്ത് പറഞ്ഞു? എന്തു പറയാൻ, എങ്ങനെ പറയാൻ? അമ്മയും പെങ്ങളും വീട്ടിലെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനുള്ള തിരക്കില, ഒരു വലിയ സന്തോഷത്തില. ഞാനിതിടയിൽ എങ്ങനെയാടാ എന്റെ ജോലി പോയ കാര്യം പറയാൻ? എന്നാ പിന്നെ പൂർത്തിയായി. നീ ടെൻഷൻ ആവണ്ട, ലോൺ ഞാൻ റെഡി ആയിട്ടുണ്ട്. അതൊന്നും വേണ്ടടാ. ചുമ്മാ നീയും കൂടി എന്താ ഈ പ്രശ്നത്തിലാണ്? എല്ലാം ശരിയാ, ഞാനൊരു വഴി ചെയ്തിട്ട്. ഓ, അപ്പൊ ഞാൻ ആരായി? കുറെ ആയില്ലടാ നീ എനിക്ക് വേണ്ടി. അതിന് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഒരു 5000 അറിയാൻ കൂട്ടത്തിൽ ആരെങ്കിലും വേണ്ടേ? ഒന്ന് പോടാ. അതിരിക്കട്ടെ, അവൾ അറിഞ്ഞോ? അത് അതിലും കോമഡിയാ. ഒന്നാമത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാ നമ്മുടെ റിലേഷൻ. പിന്നെ അവൾക്കൊരു കല്യാണ ആലോചന ഉണ്ട്, ഒരു പുതിയ ജോബ് ഓഫർ ഉണ്ട്. ഇതിനിടയിൽ എന്റെ ജോലിക്കാരും കൂടി പറഞ്ഞ പൂർത്തിയായി. അവളെ കുറ്റം പറയാൻ പറ്റില്ല, ഇത്ര നാൾ പിടിച്ചിരുന്നില്ലേ. എടാ, എനിക്കൊരു പ്രശ്നം വരുമ്പോ അവളല്ലേ എന്റെ കൂടെ നിൽക്കണ്ടേ? അത് വിടടാ, കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയത്തില്ല. അതൊരു പ്രകൃതി നിയമമാണ്. അതുപോട്ടെ, നീ എന്താ അവരുടെ കൂടെ ഗുരുവായൂർ പോവാത്തെ? ഈ സമയത്ത് നിന്റെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് തോന്നി. അയ്യടാ. അതൊക്കെ പോട്ടെ, ഉച്ചയ്ക്ക് ട്രെയിൻ കയറി വിട്ടതാ. അവരെടുത്ത് ഞാൻ വിളിച്ചു നോക്കാൻ. നീ അഡ്വാൻസ്. ഹലോ, എന്താണ് 17 മിസ് കോളൊക്കെ? ഫോൺ ചാർജ് ഇട്ടിരിക്കായിരുന്നു. ഹലോ ഹലോ, ഗുരു, അവൻ ആര്? ജോജി പോവേടാ. അവരെവിടെ? സൂയിസൈഡ് ചെയ്തെന്നാ പറയണേ. എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേന്ന്. നീ ഒന്ന് പെട്ടെന്ന് വാ. ഹലോ, മലരാത പാതിമലർ പോലെ വളരും വിഴിവണ്ണമേ, வந்து விதிந்தும் விதியாத காலை பொழுதாக விளைந்த கலை எண்ணமே, ഈ മൈനോടിക്ക് നിന്ന് ഉറപ്പില്ല. നദിയിൽ വിളയാടി എല്ലാം ശരിയാ, ഞാനൊരു വഴി ചെയ്തു. കൂവി നടந்த இளம் தென்றலே, வளர்பொதிகை மலை தோன்றி மதுரை കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയത്തില്ല. അതൊരു പ്രകൃതി നിയമമാണ്. കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയില്ല അല്ലേടേ. നീ ആദ്യമേ നിന്റെ ഈ ഒടുക്കത്തെ വലിയൊന്ന് നിർത്തും.